നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ വരുമ്പോൾ വിശന്ന് വലയിരിക്കുന്ന ആൾക്കാർ, അതായത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല, എന്റെ പോലെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല, സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ഉണ്ടാവും. നമുക്ക് ചെറിയൊരു സിമ്പിൾ ആയിട്ട് സാധനം ഉണ്ടാക്കണം, അതായത് ബാച്ചിലേഴ്സ് ബിരിയാണി. അതായത് സിമ്പിൾ സാധനം, എല്ലാം സിമ്പിൾ, ചാട്ടപ്പട്ടേന്ന് വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാം നമുക്ക് എങ്ങനെ, അതും കുക്കർ വെച്ചിട്ട്. അപ്പൊ അതിന്റെ വീഡിയോ ആണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു, ലൈക്ക് ചെയ്യാത്തൊരു ഇത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയില്ല, ചെയ്തോ. സൗണ്ട് മാത്രമല്ല കേട്ടോ, സാധനം അത് കേട്ടാണിത്. ഉണ്ടാക്കാൻ അറിയാം, അത്ര എക്സ്പെർട്ട് ഒന്നല്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ കേട്ടാൻ അറിയാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു അര സ്പൂണ് ഹോൾ സ്പൈസസ് ഗരം മസാല, 2 ടേബിൾ സ്പൂൺ തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ്, മിന്റ് ലീവ്സ് ആൻഡ് കൊറിയാൻഡർ ലീവ്സ്, അത് കുറച്ചധികം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. നീ കാറ്റ് ഞാൻ മരം എന്നെ சொன்னாலும் തലയാട്ടിതേ. പാട്ട് വേണ്ട, കുക്കിംഗ് മതി എന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞു വന്ന്. അതിനെ ചെയ്യാൻ പോണോ, അതിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഒരു പാട്ട് പാടിയതാ. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടോ. സവാള, അതായത് നെയ്യിൽ വറുത്ത സവാളയിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇടാം, തരി ഇടാം. പിന്നെ അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കൻ ഉണ്ടല്ലോ, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതിലേക്ക് തട്ടാം. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. നമ്മളെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി, ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, ആ അരി ഇതിലേക്ക് തട്ടി കൊടുക്കാം. ജീരകശാല അരി എടുത്തുള്ളത് വെള്ളം ഒഴിക്കണം കുറച്ച്. നോർമലി നമ്മൾ ഒരു ഗ്ലാസ് അരിക്കും 1.5 ഗ്ലാസ് 2 ഗ്ലാസ് അങ്ങനെയുള്ള വെള്ളം അല്ല ഇതിൽ ഒഴിക്കുന്നത്. എന്നൊരു സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്, നമ്മളെ ബൂംബാങ്ക് നവീൻ ചേട്ടന്റെ ഒരു ടെക്നിക്കില്. അതായത് വെള്ളം ഒഴിച്ചതിന് ശേഷം, വെള്ളം ഒഴിച്ചിട്ട് അടിയിലത്തെ ഇതുണ്ടല്ലോ, നമ്മളെ ഈ ഒരു വിരലുണ്ടല്ലോ, ഈ ഒരു വിരൽ, ഇത് മാത്രം നമ്മൾ വിരൽ കറക്റ്റ് റൈസിലേക്ക് മുട്ടണം. മുട്ടിയിട്ടില്ല, കുറച്ചും കൂടെ ഒഴിക്കണം. മിക്കവാറും വയസ്സാവുന്നുണ്ട് കണ്ടിട്ട്. ഇത് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ടോ ബാച്ചിലർ ചിക്കൻ ബിരിയാണി. ഇത്ര വെള്ളം മതി. ഇപ്പൊ ഏകദേശം ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്, കറക്റ്റാ. വാവ്, ഓക്കെ. ഇത്ര വെള്ളം പാടുള്ളൂ കറക്റ്റ്. അപ്പൊ ഇനി അടച്ചു വെച്ച് ഒറ്റ വിസില്, നോർമൽ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിക്കുക, സ്റ്റോപ്പ് ചെയ്യുക. കുക്കർ അവിടെ ഇരിക്കട്ടെ, സെറ്റ് ആവട്ടെ. ഒരു വിസിലടിക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം, നോർമൽ ഫ്ലെയിമിൽ കേട്ടോ. ഫുഡ് ഉണ്ടാക്കാനേ ഭയങ്കര എളുപ്പം, പക്ഷേ പാത്രം കഴുകാണ്ടല്ലോ, അതിന്റെ അത്ര ബുദ്ധിമുട്ടുള്ള വേറെ പരിപാടി ഇല്ല കേട്ടോ സുഹൃത്തുക്കളെ. അപ്പൊ എന്റെ ആദ്യത്തെ കുക്കർ ബിരിയാണി എന്താന്നുള്ളത് ഇപ്പൊ നമുക്ക് തുറന്നു നോക്കാം. പാളിക്കഴിഞ്ഞാൽ പണി പാളും. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒറ്റ വിസിലടിച്ചിട്ടുള്ളൂ. എന്നിട്ട് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ചു. ഗൈസ്, സംഭവം സക്സസ് ആണ് കേട്ടോ. കുക്കർ ബിരിയാണി സക്സസ് ആ. ഞാൻ പാളും എന്ന് വിചാരിച്ചു, പക്ഷെ ഒരു പ്രശ്നവുമില്ല. ചിക്കനൊക്കെ പക്കാണ്, റൈസൊക്കെ കിടില്ല, അടി പിടിച്ചിട്ടില്ല. അപ്പോ ഇനി കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങളെ പരിപാടി കേട്ടോ, ഇതൊക്കെ ഉണ്ടാക്കാൻ വലിയ സമയമൊന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്തൊക്കെ വന്നുള്ളൂ. നമുക്ക് കഴിച്ചു നോക്കത്. ഗൈസ്, ഞാൻ ഒരിക്കലും സക്സസ് ആവൂല എന്ന് വിചാരിച്ചൊരു ബിരിയാണി ആയിരുന്നുണ്ട് ഇത്, കുക്കർ ബിരിയാണി. പക്ഷെ സംഭവം 100% സക്സസ് ആയിട്ടുണ്ട്. നോക്കി, ചിക്കനൊക്കെ വെന്തതൊക്കെ ഓ പൊളി, ഒന്നും പറയാനില്ല കേട്ടോ. ഇതാണ് ഏറ്റവും എളുപ്പം ബിരിയാണി ഉണ്ടാക്കാൻ. നമ്മൾ വെറുതെ കുറെ നേരം മറ്റേ കരിയില് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ട് അതിന്റെ പരിപാടി ഒന്നുമില്ല. ഈ ഡയറക്റ്റ് ഇതിലിടാ, ചട്ടാപ്പട്ട എന്ന പരിപാടി ആയിക്കുക. ഓ നോക്കി, നമുക്ക് കുറച്ച് തൈരൊക്കെ കൂട്ടിട്ട് പഠിക്കാം. കഴിച്ചോട്ടാ, നമുക്ക് കഴിച്ചോക്കാം. ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. കുറച്ച് ചെറിയൊരു പീസ് എടുത്തിട്ട് തൈരൊക്കെ എടുത്തിട്ട് കഴിച്ചോട്ടാ. എങ്ങനെ നോട്ടെ പറയാം. കുറച്ച് ഉപ്പേറുണ്ട് കേട്ടോ. മസാല ഒക്കെ കറക്റ്റ്, ചിക്കനൊക്കെ ജ്യൂസി എന്ന് അറിയണ്ടല്ലോ. അടിപൊളി. കുറച്ച് ഉപ്പേറുണ്ട് കേട്ടോ. നമുക്ക് ഈ യോഗട്ടില് തൈരില് കുറച്ച് ഉപ്പിട്ടിട്ട് കഴിച്ച സെറ്റാണ്. ബാക്കിയൊക്കെ ഉണ്ടല്ലോ
വേറെ ലെവൽ. ഞാൻ വിചാരിച്ചേക്കണ സൂപ്പറായി. ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല, ഞാൻ പാളെന്ന് വിചാരിച്ചത് ഇരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇത് വിചാരിച്ചേക്കട് കിടിലായി. അപ്പൊ ഗൈസ് സുഹൃത്തുക്കളെ, ഞങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്നും വലിയ പണിയുള്ള കേസല്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കേസുള്ളൂ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വണക്കം. കഴിക്കട്ടെ. പൊളി പൊളി.